GREENLIVES Coaching and Training Solution. Entrepreneurs are the freedom fighters of the country എന്നാണ് പറയുക. നമുക്ക് ഇപ്പോൾ എന്തുകൊണ്ട് ദുബായ് അല്ലെങ്കിൽ UAE സക്സസ്ഫുൾ ആയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദുബായിൽ പോയ ആൾക്കറിയാം 1980-കളിലെ 85-കളിലൊക്കെ അവിടെ ഇന്ത്യൻ കറൻസിയാണ് ഉപയോഗിച്ചിരുന്നത്. അതായത് വെറും ഒരു മരുഭൂമിയായിരുന്ന അവിടെ ഇന്നത്തെ ദുബായിയാക്കി മാറ്റിയതിൻ്റെ പിന്നിൽ അത് ഏത് രാജ്യമാണ്, അതിപ്പോൾ USA ആവട്ടെ, ഇന്ന് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്കോണമി ആയിട്ടുള്ള ജപ്പാൻ ആവട്ടെ, അതെല്ലാം വികസിക്കാനുള്ള കാരണം അടിസ്ഥാനപരമായിട്ട് സംരംഭകത്വമാണ്. ബാക്കിയുള്ള ആളുകളൊക്കെ ഇൻക്ലൂഡിങ് ഗവൺമെൻറ് എംപ്ലോയീസിന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. ഒരു രാജ്യം വികസിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ സംരംഭകത്വം ഉണ്ടാവണം. ആ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്? നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നത്. അപ്പോൾ കേരളത്തിന് വികസിക്കാനുള്ള ഒരു മാർഗ്ഗം എന്താണ്? സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുക, സംരംഭകത്വം കൊണ്ടുവരിക. സംരംഭകരുണ്ടാകുമ്പോഴേ എന്തേ ഉള്ളൂ. സംരംഭകത്വം എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം 100,000 ആളുകളിൽ ചിലപ്പോൾ 1000 പേര് ബിസിനസ് തുടങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ 100 പേരെ സക്സസ് ആവുള്ളൂ. നോർമൽ സക്സസ് റേറ്റ് ഓൾ ഓവർ വേൾഡ്, അതായത് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു 10 വർഷത്തെ ഒരു സംരംഭകത്വ യാത്ര എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 85%, ഇപ്പോൾ ഇവിടെ തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മഞ്ചേരി മുനിസിപ്പാലിറ്റിയിലോ അല്ലെങ്കിൽ നിങ്ങൾ വരുന്ന മുനിസിപ്പാലിറ്റിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പഞ്ചായത്തിലോ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 5 കൊല്ലം മുമ്പ് മുനിസിപ്പാലിറ്റിയിൽ കോർപ്പറേഷനിൽ രജിസ്റ്റർ ചെയ്ത ആളുകളുടെ ഒഫീഷ്യൽ രജിസ്റ്റർ ചെയ്ത ആളുകൾ എത്ര ആളുന്നുണ്ടോ നോക്കിയാൽ മതി. ഒരു 85% ബിസിനസ് എന്തെങ്കിലും ഉണ്ടാവും 5 വർഷം കൊണ്ട് ക്ലോസ് ചെയ്യുന്നുണ്ട്. അത് 10 വർഷത്തിലേക്ക് പോകുമ്പോൾ ഒരു 10-year റോഡ് മാപ്പ് എടുക്കുമ്പോൾ 10 വർഷം കൊണ്ട് ഒരു 90% ബിസിനസ്സും ക്ലോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 10% ആൾക്കാർ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? മാർക്കറ്റിലുള്ളൂ. ബാക്കി 90% എന്ത് ചെയ്യുന്നുണ്ട്? ക്ലോസ് ചെയ്യുന്നുണ്ട്. അത് ഇപ്പോൾ കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ടുണ്ട്. കാരണം ഇപ്പോൾ കോവിഡ്, ഇപ്പോൾ നമ്മൾ കേരളത്തിൽ 2016 ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ, നോട്ട് നിരോധനം മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിരന്തരമായിട്ട് മാർക്കറ്റിൽ ഓരോ മാർക്കറ്റിൽ അടി കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ആദ്യം നോട്ട് നിരോധനം വന്നു, അത് കഴിഞ്ഞ് ഒന്നും ശ്വാസം വിട്ടുമ്പോഴേക്ക് GST വന്നു, GST കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും നിപ്പ വരുന്നു, അത് കഴിഞ്ഞേക്ക് ഒരു പ്രളയം വരുന്നു, 2 പ്രളയം വരുന്നു, നിത്താക്കത്തിൻ്റെ ഇഷ്യൂ വരുന്നു, അത് കഴിഞ്ഞേക്ക് ഇപ്പോൾ കോവിഡ് 1ാം തരംഗം കഴിഞ്ഞ് ഒന്നങ്ങോട്ട് നമ്മളൊന്ന് റിലാക്സ് ആകുമ്പോഴേക്ക് 2ാം തരംഗം വരുന്നു. സോ സംരംഭകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എന്താ പറയുക ക്രൈസിസിലൂടെയാണ് കഴിഞ്ഞ ഒരു 5 അല്ലെങ്കിൽ 6 വർഷമായിട്ട് ലോകം മൊത്തം കടന്നു പോകുന്നത്. എസ്പെഷ്യലി കേരളത്തിൽ അത് കുറച്ച് കൂടുതലാണ്. കാരണം കേരളത്തിൽ കോവിഡ് എല്ലായിടത്തും വന്നിട്ടുണ്ടെങ്കിലും പ്രളയം എന്നുള്ളത് കേരളത്തിന് മാത്രം ബാധിച്ചതാണ്. അപ്പോൾ ഈ സമയത്ത് സംരംഭകർക്ക് പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ ഈസി അല്ല. പക്ഷേ ഇതിനെ ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റിയ ആളുകളുണ്ട്. ബിഗ് പ്രോബ്ലം ഇൻ ദ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ബിഗ് ഓപ്പർച്യൂണിറ്റി ഇൻ ദ മാർക്കറ്റ് എന്നാണ്. അത് മിക്ക ആളുകളും മനസ്സിലാക്കാറില്ല. നിങ്ങൾ ഒരു പ്രോബ്ലം ആവുന്നത് എപ്പോഴാണ്? നിങ്ങളൊരു പ്രോബ്ലമായിട്ട് കാണുമ്പോഴാണ്. എ പ്രോബ്ലം ഈസ് ഓൺലി എ പ്രോബ്ലം വെൻ യു സീ ഇറ്റ് ആസ് എ പ്രോബ്ലം. ഒരു പ്രോബ്ലം ആവുന്നത് അതിനൊരു പ്രോബ്ലമായിട്ട് കാണുമ്പോഴാണ്. പക്ഷെ അതേ സമയത്ത് തന്നെ നമ്മുടെ മൈൻഡ് സെറ്റ് ഒന്നും അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ ആ പ്രോബ്ലത്തെ നമുക്ക് എന്താക്കി മാറ്റും? നമുക്ക് അതിന് ചില ആൾക്കാർ പറയും ഇഷ്യൂ എന്ന് പറയും. പ്രോബ്ലം എന്നുള്ള വാക്ക് തന്നെ കുറച്ചും കൂടി നമ്മുടെ മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ദർ ആർ ലോട്ട്സ് ഓഫ് ഇഷ്യൂസ് ഇൻ ദ മാർക്കറ്റ് എന്ന് പറയും. ഇഷ്യൂ എന്ന് പറഞ്ഞാലും ആക്ച്വലി പ്രോബ്ലം തന്നെയാണ്, പക്ഷേ വേർഡ് വേറെയാണ്, മൈൻഡ് സെറ്റ് വേറെയാണ്. കുറച്ചും കൂടി നമ്മളെ മൈൻഡ് സെറ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെന്ത് പറയും? ഇഷ്യൂ എന്നുള്ള ടേംസ് മാറിയിട്ട് നമ്മളെന്ത് പറയും? പ്രോബ്ലത്തിന് നമ്മൾ ചലഞ്ച് എന്ന് പറയും. ദർ ആർ ലോട്ട്സ് ഓഫ് ചലഞ്ചസ് ഇൻ ദ മാർക്കറ്റ്. ആക്ച്വലി അതും പ്രോബ്ലം തന്നെയാണ്, പക്ഷേ അവിടെ ടേംസ് വേറെയാണ്. ചലഞ്ച് ചെയ്യുമ്പോൾ എന്താണ്? നമ്മളൊരാൾ ചലഞ്ച് ചെയ്യാന്നാണെങ്കിൽ നമ്മൾ ഫേസ് ചെയ്യാൻ തയ്യാറാവും. പ്രോബ്ലം ആകുമ്പോൾ എന്താണ്? അത് പ്രോബ്ലം ആയിട്ടാണ് അങ്ങനെ ഇരിക്കും. പക്ഷേ കുറച്ചും കൂടി വലിയ ടേമാണ്. അതിനെ എൻജോയ്മെൻ്റ് ആയിട്ട് കാണുന്ന ആൾക്കാരുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് പ്രോബ്ലത്തെ ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുന്ന ആൾക്കാരുണ്ട്. ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ട ആൾക്കാരാണ് ഈ കഴിഞ്ഞ കോവിഡ് 2 തരംഗങ്ങളിൽ ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാക്കിയ ആൾക്കാർ. അതായത് ഒരു പ്രോബ്ലം വരുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടി പൊതിഞ്ഞ് വരുന്നുണ്ട്. അത് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യില്ല, ആ പ്രോബ്ലത്തിൽ നോക്കി നിൽക്കുന്ന ആളുകൾക്ക് കാണാൻ കഴിയില്ല. അത് ലീഡേഴ്സിന് മാത്രമേ കാണാൻ കഴിയുള്ളൂ. ലീഡേഴ്സിനും ഓൺട്രപ്രണേഴ്സിനും. അതുകൊണ്ടാണ് ഒരു ലീഡർ ആവുന്നത്. ഒരു സാധാരണ മനുഷ്യനെന്ന് പറഞ്ഞാൽ അവനൊരു അവസരം കാണിച്ചു കൊടുത്താൽ ആ അവസരത്തിൽ അവൻ പ്രോബ്ലം കണ്ടെത്തും. നമ്മളെ സ്റ്റാഫുകളോടൊക്കെ നമ്മൾ ഒരുപാട് അവസരങ്ങളൊക്കെ കാണിച്ചു കൊടുത്താൽ ആ അവസരങ്ങളിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നാണ് ഇവന്മാരെന്ത് ചെയ്യുക? സെർച്ച് ചെയ്യുക. അതുകൊണ്ടാണ് അയാൾ കോമൺ മാൻ ആയിട്ട് നിൽക്കുന്നത്. അതേ സമയത്ത് ലീഡേഴ്സിന് എന്ത് പ്രോബ്ലം വന്നാലും, ലീഡേഴ്സ് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ടോപ്പ് ലെവലിൽ ഗെയിം ചേഞ്ചേഴ്സ് ആയിട്ടുള്ള ആളുകൾ, ടൈറ്റാൻ ആയിട്ടുള്ള ആളുകൾ, ടൈക്കൂൺ ആയിട്ടുള്ള ആളുകൾ, ആ മേഖലയിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ലയൺസ് ആയിട്ടുള്ള ആളുകൾ, അവരെന്ത് ചെയ്യും? ഒരു പ്രോബ്ലത്തെ ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറ്റും. അപ്പോൾ പ്രോബ്ലം വന്നാൽ അവർക്ക് ആവേശം കൂടും. പ്രോബ്ലം വന്നാൽ ഇവർ ഭയങ്കര എക്സൈറ്റഡ് ആവും. പ്രോബ്ലം വന്നാൽ ഇവരെന്താവും? ഇവരവിടെ ഓപ്പർച്യൂണിറ്റി കാണും. കാരണം ഇന്നത്തെ ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ പ്രോബ്ലം ഇപ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്നത് എന്താണ്? ഇപ്പോൾ ഈ പ്രസൻറ്റിൽ നമ്മുടെ ഏറ്റവും വലിയ പ്രോബ്ലം എന്താ? ലോകത്തെ മൊത്തം സ്റ്റക്ക് ചെയ്തിട്ടില്ല, ലോകത്തെ മൊത്തം പിടിച്ചു വിളിക്കിയ പ്രോബ്ലം എന്താ? കൊറോണയാണ്, അല്ലെങ്കിൽ COVID-19 ആണ്. അല്ല, അതിന് സൊല്യൂഷൻ കാണാൻ പറ്റി കഴിഞ്ഞാൽ എന്തായി? ഹീസ് റിച്ചസ്റ്റ് മാൻ ഇൻ ദ വേൾഡ്. സോ എവിടെ പ്രോബ്ലം ഉണ്ടോ അവിടെ എന്തുണ്ട്? എവിടെ പ്രോബ്ലം ഉണ്ട് അവിടെ എന്തുണ്ട്? ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷെ ആ ഓപ്പർച്യൂണിറ്റി കാണണമെങ്കിൽ എന്ത് വേണം? നമുക്ക് നമ്മുടെ മൈൻഡ് സെറ്റ് എന്ത് ചെയ്യണം? ആ ലെവലിലേക്ക് ഡെവലപ്പ് ചെയ്യണം എന്നുള്ളതാണ്. GREENLIVES Coaching and Training Solution.